ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. തൃശൂരിലെ CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന DYFI നേതാവിന്റെ ഓഡിയോ സന്ദേശം ശരിയെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നിബിൻ ശ്രീനിവാസൻ. ഓഡിയോയിലുള്ള മറുഭാഗത്തുള്ള ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ പുറത്തു പോയി അല്ലെങ്കിൽ അങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്ത് കൊടുത്ത ഓഡിയോ ഒന്നല്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അതങ്ങനെ പോയിട്ടുള്ളതായിരിക്കാം. ജെയ്സൺ ചാമളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ജെയ്സൺ, നിബിൻ ശ്രീനിവാസന്റെ ഓഡിയോ സന്ദേശം തന്നെയാണ് അതെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഘട്ടത്തിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് ഇത്രയും വലിയ വിവാദം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക? കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യത കാണുകയാണ്. റോഷ്നി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം CPM-ന്റെ നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണെന്ന് പുറത്തു വന്നത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും DYFI-യുടെ ജില്ലാ സെക്രട്ടറിയുമായ ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന നേതാക്കൾ, അതായത് MK കണ്ണനും MLA ആയ AC മൊയ്തീനും വലിയ തോതിൽ സാമ്പത്തികമായ ലാഭങ്ങളുണ്ടാക്കി, കോടികളുണ്ടാക്കി എന്നതാണ് പ്രധാനമായി വരുന്ന ആരോപണം. വലിയ വലിയ സമ്പന്നരുടെ ഡീലറായി മാറുന്നു CPM-ലെ നേതാക്കൾ. അതിലൊരാൾ AC മൊയ്തീനാണെന്നുള്ള ഓഡിയോ സന്ദേശം പുറത്തു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആ ഓഡിയോ സന്ദേശത്തിൽ ഉള്ള മറ്റൊരു ശബ്ദം, അതായത് ശരത് പ്രസാദ് ആരോടാണ് സംസാരിക്കുന്നത്? നിബിൻ ശ്രീനിവാസനാണ്. കഴിഞ്ഞ ദിവസം നിബിൻ ശ്രീനിവാസൻ നമ്മോട് പ്രതികരിച്ചിരുന്നു. നടത്തറ ബാങ്കിലെ നിരവധി അഴിമതികളുമായി ബന്ധപ്പെട്ട പരാതികൾ MB ഗോവിന്ദൻ നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നിബിൻ ശ്രീനിവാസൻ പരസ്യമായ പ്രതിഷേധത്തിനും പ്രതികരണത്തിനും രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ CPM അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിബിൻ ശ്രീനിവാസൻ നമ്മോട് ചേരുന്നു. ഈ ഓഡിയോ സന്ദേശം എപ്പോഴാണ് റെക്കോർഡ് ചെയ്തത്? ആരാണ് റെക്കോർഡ് ചെയ്തത്? എങ്ങനെയാണ് പുറത്തു വന്നത്? അല്ല, ഈ ഓഡിയോ സന്ദേശം എപ്പോഴാണ് റെക്കോർഡ് ചെയ്തതെന്നോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 വർഷക്കാലത്തിനുള്ളിലാണ് ഇത് വന്നിട്ടുള്ള എൻ്റെ ഓർമ്മ. ശരത്തിന്റെ അപ്പുറത്തുനിന്നുള്ള ശബ്ദം നിങ്ങളുടേതാണ്? തീർച്ചയായിട്ടും അതെൻ്റെ ശബ്ദം തന്നെയാണ്. ഇത് ആര് റെക്കോർഡ് ചെയ്തു, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ മീഡിയയ്ക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ അതിലപ്പുറത്തുള്ള ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ്. അതിൽ ശരത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ എത്രമാത്രം ശരിയാണ്? അല്ല, അത് ശരത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ പാർട്ടിയുടെ അന്ന് ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കാം. ഒരു ഏരിയ കമ്മിറ്റി അംഗമായ എന്നോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശരത്താണ് അത് സൂചിപ്പിക്കുന്നത്. അതിനും വ്യക്തത വരുത്തേണ്ടത് ശരത് പ്രസാദാണ്. അതിൽ ഏതൊക്കെ ആ നേതാക്കളെ ഇത് സംബന്ധിച്ച് കൂടുതൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഇത് മാത്രമേ ഉള്ളൂ? എങ്ങനെയാണ് നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ഒന്നിച്ചിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്? ശരത്ത് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നത് നിബിനാണ്. ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടോ ആ സമയത്ത്? അല്ല, ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരുപാട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര മാത്രമായിട്ട് എങ്ങനെ വരുന്നു, അല്ല എങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് എനിക്കറിയില്ല. ഈ സംസാരം ഉണ്ടായിട്ടുള്ള സംസാരം തന്നെയാണ്. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംഭാഷണം തന്നെയാണ്. ശരത്ത് വളരെ സിൻസിയറായിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. അതിപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ന്യൂസുകളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അറിയില്ല. ശരത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. അതിൽ അതൊരു തർക്കമില്ല. ശരത്ത് നല്ല സുഹൃത്തായിരുന്നു. ഇങ്ങനെ ഒരു സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്താ ആ സമയത്ത്? അല്ല, ആ സമയത്ത് ഈ സഹകരണ സംഘങ്ങളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയായി ഉള്ള സമയത്ത് തന്നെയാണ് ഈ സംസാരം ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വർത്തമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. തൃശ്ശൂരിലെ നടത്തറയിലും 6 സഹകരണ സംഘങ്ങൾ ഇത്തരം പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഉണ്ട്. 6 അല്ല 7 സഹകരണ സംഘത്തിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. MB ഗോവിന്ദന് പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഒരു നടപടി ഉണ്ടായില്ല. ആ നടപടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പരസ്യമായിട്ട് പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച് പരസ്യമായിട്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് നിങ്ങൾ പാർട്ടി പുറത്തായി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടിനെ ഔദ്യോഗികമായിട്ട് പുറത്താക്കി. ഏതായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഓഡിയോ നിങ്ങളും ശരത്തും തമ്മിൽ സംസാരിച്ചതാണ്. റോഷ്നി, ആ വലിയ വിവാദം ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഇപ്പം നിബിൻ പറയുന്നത്. കാരണം പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത് തന്നെയാണ് പാർട്ടി. പക്ഷേ ഇന്ന് ചില വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. MK കണ്ണൻ വിശദീകരണം നൽകിയിട്ടുണ്ട്. തൻ്റെ എല്ലാ സമ്പത്തും സംബന്ധിച്ചുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ED പരിശോധന നടത്തിയിട്ടുണ്ട്. തനിക്ക് 100 രൂപയുടെ ഒരു അക്കൗണ്ട് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി പറഞ്ഞത്, ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്, ഇത് സംബന്ധിച്ച് ശരത് പ്രസാദിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധർക്ക്, പാർട്ടി എതിരാളികൾക്ക് ഒരു ടൂള് കൊടുക്കുന്ന, ഉപകരണം കൊടുക്കുന്ന അവസ്ഥയായി പോയി ഓഡിയോ വന്നത് എന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഓഡിയോകൾ പുറത്തു വരാം, കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിവരും. അതേസമയം അനിൽ അക്കരത്തെ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന് പരാതി നൽകിയെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കി. BJP ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, സാമ്പത്തിക ക്രമക്കേടാണ്, സാമ്പത്തിക അഴിമതിയാണ് താഴേക്കടയിൽ നിന്ന് ഒരു
SFI തലത്തിൽ നിന്നും ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഓരോ നേതാവിനും എത്ര രൂപ വെച്ച് ഓരോ ഘട്ടത്തിലും പിരിക്കാൻ കഴിയും, സമ്പാദിക്കാൻ കഴിയുമെന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ ജില്ലാ സെക്രട്ടറിയുമായ ഒരു വ്യക്തി പറയുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ. അത് തന്നെയാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. MK കണ്ണനെ കപ്പലണ്ടി വിറ്റ് നടന്ന ഒരാൾ കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയെന്നും AC മൊയ്തീനെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്നരായ വ്യക്തികളുടെ ഡീലറാണ് AC മൊയ്തീൻ അടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഈ വിവാദത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണവും നിർണായകമായിരിക്കുകയാണ്. DYFI നേതാവിന്റെ ഓഡിയോ സന്ദേശം ശരിവെക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായ നിബിൻ ശ്രീനിവാസൻ. ആ ഓഡിയോ സന്ദേശത്തിൽ ഉള്ളത് മാത്രമല്ല, അതിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ടെന്ന് നിബിൻ ശ്രീനിവാസൻ പറയുകയാണ്. ശരത്തിനോട് സംസാരിച്ച് താൻ തന്നെയാണെന്ന് നിബിൻ പറയുകയാണ്. ജെയ്സൺ ചാമവളപ്പിലാണ് പ്രതികരണം തേടിയത്.